ലീഗിൽ നിന്ന് സീറ്റ് കിട്ടാത്തത് കൊണ്ട് സ്വയം രാജിവെച്ചു പോകുന്നതായിരുന്നുവെങ്കിൽ ഇവർ പറയുന്നത് ശരിയായിരുന്നു എന്ന് സമ്മതിക്കാമായിരുന്നു. ഇവർ പുറത്താക്കിയപ്പോ ഞാൻ എന്ത് ചെയ്യണമായിരുന്നുവെന്നാണ് ഇവർ പറയുന്നത്. എന്റെ വീട്ടിൽ ഞാൻ ചടഞ്ഞിരിക്കണമായിരുന്നുവെന്നോ? ഈ അധർമ്മത്തിനെതിരെ, ഈ അനീതിക്കെതിരെ മൗനം അവലംബിച്ചുകൊണ്ട് എന്റെ ശിഷ്ടകാലം കഴിച്ചിരുന്നുവെങ്കിൽ എന്നെപ്പറ്റി നല്ലതിവർ പറയുമായിരുന്നുവെന്നോ? അങ്ങനെ ഇവരുടെ ഗുഡ് സർട്ടിഫിക്കറ്റ് എനിക്ക് ആവശ്യമില്ല എന്ന് പ്രഖ്യാപിക്കാൻ എനിക്ക് ശേഷം മടിയില്ല. എനിക്ക് ലഭിച്ചിട്ടുള്ള കഴിവ്, ദൈവം തമ്പുരാൻ എനിക്ക് തന്നിട്ടുള്ള കഴിവ്, ആ കഴിവ് ജനങ്ങൾക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം എന്ന് വിശ്വസിക്കുന്നയാളാണ് ഞാൻ. അതുകൊണ്ടാണ് പൊതുപ്രവർത്തന രംഗത്ത് നിന്ന് മാറി നിൽക്കാതെ ഈ പൊതുപ്രവർത്തന രംഗത്ത് ഞാൻ ഉറച്ചു നിൽക്കുവാൻ വേണ്ടി തീരുമാനിച്ചത്. അനീതിക്കുന്ന ധർമ്മത്തിനെതിരായി പോരാട്ടത്തിന്റെ ഭൂമിയിലേക്ക് ഞാൻ എടുത്തു ചാടുമ്പോ എന്റെ കയ്യിൽ നിക്ഷേപമായിട്ടുണ്ടായിരുന്നത് വളയാത്തവർ നട്ടെല്ലും കുനിയാത്തവർ ശിരസ്സുമായിരുന്നു. നിങ്ങളുടെ മാനസിക പിന്തുണയും നിങ്ങളുടെ ധാർമ്മികമായ പിന്തുണയുമാണ് ഞാനെന്ന് പ്രതീക്ഷിച്ചത്. ഞാൻ പ്രതീക്ഷിച്ചതിലുമധികം നിങ്ങളുടെ മാനസികമായ സഹകരണവും സമ്പൂർണമായ പിന്തുണയും എനിക്ക് ലഭിച്ചു എന്നുള്ളതിൽ എനിക്കതിയായ സന്തോഷമുണ്ട്, യഥാർത്ഥതയുണ്ട്. ഈ പോരാട്ട ഭൂമികളിൽ നമുക്ക് ജയിച്ചേ പറ്റൂ. ജയിക്കണം നമ്മൾ. അതിനുവേണ്ടി നിങ്ങൾ ഓരോരുത്തരും പ്രയത്നിക്കണം എന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്റെ കാസറ്റുകൾ ഇപ്പോ എല്ലാ ഭാഗങ്ങളിലും ഇവർ കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മാർക്സിസ്റ്റ് പാർട്ടിയെ ഞാൻ വിമർശിച്ചിട്ടുണ്ട്, ഇല്ല എന്ന് ഞാൻ പറയുന്നില്ലല്ലോ. മുസ്ലിം ലീഗിൽ ഞാൻ അംഗമായിരുന്നപ്പോ കുഞ്ഞാലിക്കുട്ടിയെ വിജയിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ നിഷേധിക്കുന്നില്ലല്ലോ. പക്ഷേ സാഹചര്യങ്ങൾ മാറിയില്ലേ? 94-ലെ ഒരു പുതിയ വെളിപ്പെടുത്തലോടുകൂടി കേരളത്തിന്റെ രാഷ്ട്രീയ ചിത്രം മുഴുവൻ മാറിയില്ലേ? 1991 ഇവിടെ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥിക്കെതിരെ ഉയർന്ന ആരോപണങ്ങൾ ഊഹാപോഹങ്ങളാണെന്ന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ വിശ്വസിച്ചിരുന്ന കാലത്ത് ഞാൻ ലേഖനം എഴുതിയിട്ടുണ്ട്, നിഷേധിക്കുന്നില്ല. 99-ലാണത്. 2004-ലാണ് പുതിയ വെളിപ്പെടുത്തലുണ്ടായതും കേരളീയ സമൂഹം അത് സംബന്ധമായി ചില വസ്തുതകളുണ്ട് എന്ന് വിശ്വസിച്ചു തുടങ്ങിയതും. അതിനുശേഷം, ആ വെളിപ്പെടുത്തലിന് ശേഷം ഞാൻ എന്തെങ്കിലും ന്യായീകരിച്ച് പ്രസംഗിക്കുകയോ എഴുതുകയോ ചെയ്തിട്ടുണ്ട് എന്ന് തെളിയിക്കാൻ തയ്യാറായാൽ എന്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ നിർണ്ണയിക്കമാണ്. തയ്യാറുണ്ടോ നിങ്ങൾ? കഴിയുമോ നിങ്ങൾക്ക്? ഇവരൊക്കെ ചെയ്ത പ്രവർത്തനത്തിന്റെ പഴയ ഫോട്ടോസ്റ്റാറ്റുകൾ ഈ രാജ്യത്ത് വിതരണം ചെയ്താൽ കുടുംബയോഗങ്ങളിൽ പങ്കെടുക്കാൻ ഇവർക്ക് കഴിയില്ല എന്ന് ഞങ്ങളെ കൊണ്ടതൊന്നും ചെയ്യിക്കരുത് എന്ന് മാത്രമേ എനിക്ക് പറയുവാനുള്ളൂ. ഒരു സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ ഇങ്ങനെ വൈകാരികമായി പ്രസംഗിക്കുന്നത് ശരിയല്ല എന്ന് എനിക്കറിയാം. പക്ഷേ ആരോപണങ്ങളും ആക്ഷേപങ്ങളും എനിക്കെതിരെ കുന്തമുനകളായി എഴുതുവിടുമ്പോ ഇരിക്കാനുള്ള ശേഷി അവിടെയും സടകുടം എഴുന്നേൽക്കുകയാണ്. എന്നെ പ്രതിരോധിക്കുവാനുള്ള ശേഷി അവിടെയും സടകുടം എഴുന്നേൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. തെറ്റ് ചെയ്തില്ല എന്ന തെറ്റല്ലാതെ മറ്റൊരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. അതിന്റെ പേരിലാണ് ഞാൻ പുറത്താക്കപ്പെട്ടതും ഞാൻ ബഹിഷ്കൃതനാക്കപ്പെട്ടതും. ഈ പോരാട്ട ഭൂമികളിൽ കോടികളൊഴുക്കി ഇവർ എന്റെ കൂടെ നിൽക്കുന്നവരെ, ഞങ്ങളുടെ കൂടെ നിൽക്കുന്നവരെ പിന്തിരിപ്പിക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു. 5000-ന്റെയും 10,000-ന്റെയും നോട്ടുകെട്ടുകൾ ചെറുപ്പക്കാരുടെ മുമ്പിലേക്ക് വലിച്ചെറിഞ്ഞുകൊടുത്ത് നിലപാട് മാറ്റണം എന്നവർ പറയുന്നു, സമീപനം മാറ്റണം എന്നവർ പറയുന്നു. ഏറ്റവും ചുരുങ്ങിയത് ജലീലിന് വേണ്ടി പ്രവർത്തിക്കാതിരിക്കുകയെങ്കിലും വേണം എന്നവർ ആവശ്യപ്പെടുന്നു. ഈ കോടികൾക്ക് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സ് മാറ്റാൻ ആവില്ല കൂട്ടരെ. ഗൾഫിൽ നിന്ന് മുഴുവൻ അമേരിക്കൻ ഡോളർ, അവിടുത്തെ പെട്രോളിന്റെ ഡോളർ നിങ്ങൾ ഈ കുത്തി പുറത്ത് കൊണ്ടുവന്ന് ചെലവഴിച്ചാലും നിങ്ങൾക്ക് രക്ഷപ്പെടാനാവില്ല. അവരുടെ അഭിമാനത്തെ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ വിലക്കെടുക്കാനാവില്ല. എന്തൊക്കെയാണ് നിങ്ങളുടെ വാഗ്ദാനങ്ങൾ? എന്റെ കൂടെ നിൽക്കുന്നവരെ പിന്തിരിപ്പിക്കാൻ ചില എംബോക്കികളെ നിങ്ങൾക്കൊരു പക്ഷേ എന്റെ കൂടെ നിന്ന് കിട്ടിയിട്ടുണ്ടാകാം. ചില സ്വാർത്ഥ താല്പര്യക്കാരെ, ആ താല്പര്യക്കാരിൽ നിന്നപ്പുറത്ത് നിങ്ങൾക്കൊരു മനുഷ്യനെയും ഒരാത്മാഭിമാനമുള്ള ചെറുപ്പക്കാരനെയും അടർത്തിയെടുക്കാനാവില്ല. 29-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. അന്നൊരു കുരുക്ഷേത്രയംഗം ഈ നിയോജക മണ്ഡലത്തിൽ നടക്കുവാൻ വേണ്ടി പോകുന്നു. അർജുനപക്ഷത്തിന് പിന്തുണ തേടുന്നു ഞാൻ. ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനനോട് പറഞ്ഞ സാരോപദേശമുണ്ടല്ലോ, ആ സാരോപദേശം ഞാൻ ഓർക്കുന്നു. ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനധർമ്മസ്യ സദാത്മ
ആത്മനം സൃജാമ്യഹം പരിപൂർണമായ സാധന വിനാശായ ധർമ്മത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി, സത്യത്തിന്റെ പുലർച്ചയ്ക്ക് വേണ്ടി, നീതിയുടെ പൊൻപുലരിക്ക് വേണ്ടി നിങ്ങൾ അടർക്കളത്തിൽ പോരാടിക്കൊണ്ടേയിരിക്കുക. വിജയം തീർച്ചയായും നിങ്ങളുടെ ഭാഗത്തായിരിക്കുമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഉപദേശമുണ്ടല്ലോ. ആ ഉപദേശം ഈ നാട്ടിലെ ജനങ്ങളെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. നിങ്ങൾ ഒരിക്കലും തളരരുത്. ഈ പോരാട്ടത്തിൽ നമ്മൾ തളർന്നുപോയാൽ, നമ്മൾ കാഞ്ഞിടലിൽ വീണുപോയാൽ ധർമ്മമായിരിക്കും അതിലൂടെ മരിക്കുക, നീതിയായിരിക്കും അതിലൂടെ എന്നേക്കുമായി കശാപ്പ് ചെയ്യപ്പെടുക. വിശുദ്ധ ഖുർആൻ പറഞ്ഞല്ലോ, സത്യം വന്നു, അസത്യം പരാജയപ്പെടുത്തപ്പെട്ടു. തീർച്ചയായും അസത്യം പരാജയപ്പെടുത്തപ്പെടേണ്ടത് തന്നെയാണെന്ന് വിശുദ്ധ ഖുർആന്റെ പ്രഖ്യാപനം. ആ പ്രഖ്യാപനത്തിന്റെ പുലർച്ച, അതിന്റെ ഉദയത്തിനു വേണ്ടി, ആ പ്രഭാതത്തിന്റെ പുലരിക്ക് വേണ്ടി നിങ്ങളെല്ലാവരും കാത്തിരിക്കുക. നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നിങ്ങൾ വിമാനമടയാളത്തിൽ രേഖപ്പെടുത്തണം.